കേരളത്തിൽ പൊതുവെ റോഡപകടങ്ങൾ കുത്തനെ വർദ്ധിച്ചിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യ ലോകത്ത് 1-ാം സ്ഥാനം നേടിയിരിക്കുകയാണ് റോഡപകട മരണങ്ങൾ. കേരളം 2-ാം സ്ഥാനത്താണ്. ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ 2-ാം സ്ഥാനത്താണ് കേരളം റോഡപകട കേസുകളിൽ നിൽക്കുന്നത്. ഈ വർദ്ധിച്ചു വരുന്ന റോഡപകടങ്ങൾ പ്രധാനപ്പെട്ട കാരണം റോഡിലെ കുറ്റകൃത്യങ്ങൾ, ട്രാഫിക് കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നതനുസരിച്ച് ട്രാഫിക് ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസികളുടെ അഭാവം, കയ്യോടെ പിടിക്കാനായിട്ട് കുറ്റകൃത്യം റോഡിൽ ചെയ്താൽ കയ്യോടെ പിടിക്കാനൊരു സംവിധാനം നിലവിൽ ഇല്ല. റോഡിന്റെ ശോചനീയാവസ്ഥ. ഇപ്പം ഞാൻ നിൽക്കുന്ന ഒരു ടോൾ പാതയാണ്. ഈ ടോൾ പാത എന്ന് പറഞ്ഞാൽ നമുക്ക് ടോൾ കൊടുത്താൽ വളരെ സുഗമമായിട്ടും സുരക്ഷിതമായിട്ടും പോകാവുന്ന രീതിയിലേക്ക് ഉള്ള റോഡില്ല. അപ്പോൾ എന്താണ്, റോഡ് റിലേറ്റഡ് ഇഷ്യൂസ് വളരെ കൂടിയിട്ടുണ്ട്, ഡ്രൈവർ റിലേറ്റഡ് ഇഷ്യൂസ് വളരെ വർദ്ധിച്ചിട്ടുണ്ട്, പണിഷ്മെന്റ് ഇല്ലായ്മയുണ്ട്. അപ്പോൾ അതും എൻഫോഴ്സ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിലാണ്. പിന്നെ ട്രെയിൻഡ് ഓഫീസേഴ്സിന്റെ അഭാവം. ഇപ്പോൾ നമുക്ക് ഹൈവേ പോലീസ് അങ്ങനെയൊക്കെ ഉള്ളവരുടെ എണ്ണം എല്ലാ 25 കിലോമീറ്ററിലും ഒരു ഹൈവേ പോലീസ് യൂണിറ്റ് ഉണ്ടാകണം. അവർ പെട്രോൾ ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പൊ പെട്രോളിംഗ് വളരെ അഭാവമാണ്, വളരെ കുറവാണ്. അതുമൂലം ലോറി, കാറ് ഓടിക്കുന്ന ആർക്കും നിയമലംഘനം നടത്തി ഓടിക്കാൻ ഒരു പ്രചോദനം കൊടുക്കുന്നുണ്ട്. ഇത് ശക്തമായി തടയാൻ ഒരു സംവിധാനം ഉടനടി ഉണ്ടായില്ലെങ്കിൽ കേരളം ഇന്ത്യയിലെ റോഡ് അപകടത്തിന്റെ ചാർട്ടിലെ 1-ാം സ്ഥാനത്തേക്ക് മാറും. നമ്മൾക്കാർക്കും പൊതുനിരത്തിലേക്ക് ഇറങ്ങാനുള്ള ഒരു പേടി ഉണ്ടാകും. നമ്മുടെ കുട്ടികൾ പേടിച്ചാണ് റോഡിലേക്ക് ഇറങ്ങുന്നത്. ഉടനടി സർക്കാർ ചെയ്യേണ്ടത് ട്രാഫിക് ലോ എൻഫോഴ്സ്മെന്റ് വളരെയേറെ സ്ട്രിഞ്ചന്റ് ആവണം. അപ്പം ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത് പുതിയ DGP വന്ന സ്ഥിതിക്ക് അദ്ദേഹം റോഡ് സുരക്ഷയ്ക്ക് ഒരു പ്രാധാന്യം കൊടുക്കുമെന്നും കൂടുതൽ പോലീസിനെ ഇതിലേക്ക് ഡിപ്ലോയ് ചെയ്ത് പോലീസ് വാഹനങ്ങൾ, റഡാർ പോലെയുള്ള അഡ്വാൻസ്ഡ് ഡിവൈസസ്, എക്യുപ്മെന്റ്സ് ഒക്കെ പോലീസിന് സപ്ലൈ ചെയ്തിട്ട് പൊതുജനങ്ങളുടെ ജീവൻ റോഡിൽ രക്ഷിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. കേരളത്തിലെ റോഡപകടങ്ങളിൽ തിരുവനന്തപുരം, എറണാകുളം, തൃശ്ശൂർ 3 ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ റോഡപകട മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ദീർഘദൂര അന്യസംസ്ഥാന വാഹനങ്ങളുടെ ഒരു ബാഹുല്യം ഈ 3 ജില്ലകളിലൂടെയും വളരെ കൂടുതൽ കടന്നു പോകുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് റോഡുകളുടെ ശോചനീയാവസ്ഥ. ദേശീയപാതയായാൽ തന്നെയും സ്റ്റേറ്റ് ഹൈവേ ആയാൽ തന്നെയും അതിൽ ഉൾക്കൊള്ളാവുന്നതിന്റെ ഇരട്ടി വാഹനങ്ങളാണ് റോഡിലൂടെ കടന്നു പോകുന്നത്. അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് അമിത വേഗത. കാര്യം നമ്മുടെ ഈ ദേശീയപാത ഡിസൈൻ ചെയ്തിരിക്കുന്നത് 100 കിലോമീറ്റർ സ്പീഡിന് വേണ്ടിയാണ്. അതായത് ഡിസൈൻ സ്പീഡ് 100 ആകുമ്പോൾ ഇതിലെ ഓടുന്ന വാഹനങ്ങളുടെ സ്പീഡിംഗ് കപ്പാസിറ്റി 200-250 കിലോമീറ്റർ ഓടാനുള്ള കപ്പാസിറ്റി നിർമ്മാണ ഘട്ടത്തിൽ തന്നെ വാഹനത്തിനുണ്ട്. അപ്പോൾ ഇത് രണ്ടാമത്തെ വിഷയം. മൂന്നാമത്തത് നമുക്ക് റോഡ് ഡിസിപ്ലിൻ ഇല്ലായ്മയുണ്ട്. കാൽനടക്കാർക്ക് വേണ്ടത്ര വാക്ക് വേയോ ഫുട്പാത്തോ സീബ്ര ക്രോസിംഗ്സോ ഇല്ലാതുണ്ട്. നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ട്രാഫിക് ലോ എൻഫോഴ്സ്മെന്റ് കേരളത്തിൽ വളരെ വളരെ പൂറാണ്. എന്ന് വെച്ചാൽ വേണ്ടത്ര ഹൈവേ പോലീസോ ട്രാഫിക് എൻഫോഴ്സ്മെന്റ് നടത്തേണ്ട മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റോ ഒന്നും തന്നെ റോഡിൽ കാണുന്നില്ല. അപ്പോൾ ഈ 4 കാരണങ്ങളാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട അപകടങ്ങളുടെ കാരണങ്ങൾ. ഇതെങ്ങനെ നമുക്ക് നേരെ ആക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹന ബാഹുല്യങ്ങൾ അനുസരിച്ച് ഉള്ള റോഡ് വികസനം കേരളത്തിൽ നടക്കണം. ഇപ്പോൾ പല പദ്ധതികളും പല ബൈപ്പാസുകളും നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഘട്ടം ഘട്ടമായിട്ട് ഉടനടി ചെയ്യേണ്ട പലതും ഇപ്പോൾ NH 66 കാസർഗോഡ്, കണ്ണൂർ അവിടെ എല്ലാം പൊളിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനല്ല, ഒരു നല്ല കോൺട്രാക്ടർമാർ, BOT കമ്പനികൾ വരണം, നല്ല റോഡുകൾ ഉണ്ടാവണം, വാഹനങ്ങളുടെ ബാഹുല്യം അനുസരിച്ചുള്ള റോഡുകൾ കേരളത്തിലുണ്ടാവണം. പിന്നെ ഇതെല്ലാം കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രശ്നങ്ങളാണ്. വാഹനങ്ങളുടെ സ്പീഡ് നിയന്ത്രിക്കാനായിട്ട് ഡിസൈൻ സ്പീഡ് ഓഫ് ദ ഹൈവേ ടു മാച്ച് വിത്ത് സ്പീഡ് ഓഫ് ദ വെഹിക്കിൾസ്. അപ്പോൾ അത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയമാണ്. മൂന്നാമത്തെ വിഷയം ഡ്രൈവർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂമാണ്.
അതായത് ആളെ കൊല്ലുന്ന ഡ്രൈവർമാർക്ക് ഒരു ശിക്ഷ ഇന്ന് ലഭിക്കുന്നില്ല. അപ്പോൾ അത് മറ്റ് രാജ്യങ്ങളിൽ കാര്യം നാം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വികസിത രാജ്യങ്ങളിലുള്ള പോലെ തന്നെ ഡ്രൈവർമാർക്ക് കർശനമായ ശിക്ഷ കൊടുക്കാൻ ബഹുമാനപ്പെട്ട കോടതികൾ ഇടപെടണം. പിന്നെ ജനപ്രതിനിധികളായ MP-മാർ MLA-മാരെല്ലാം തന്നെ റോഡ് സുരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കണം. റോഡ് സുരക്ഷ സ്കൂളുകളിൽ പഠിപ്പിച്ച് നമ്മുടെ യുവാക്കളെ ബോധവാന്മാരാക്കണം. കാര്യം റോഡ് സുരക്ഷ പ്രധാനപ്പെട്ടതായില്ലെങ്കിൽ നമ്മുടെ യുവാക്കൾ അകാലത്തിൽ മരണമടയുകയും ദേശീയ നഷ്ടം മാത്രമല്ല ഓരോ കുടുംബത്തിനും തീരാനഷ്ടം കൂടിയാണ്. അത് ഇന്ന് നമ്മൾ തുടങ്ങിയാൽ മാത്രമേ 2030 നമ്മുടെ സ്റ്റേറ്റ് ഒരു റോഡ് സുരക്ഷാ സ്റ്റേറ്റായിട്ട് മാറുള്ളൂ. അതിൻ്റെ പ്രവർത്തനം വിദഗ്ധരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യണം. ഇപ്പോൾ റോഡ് സുരക്ഷാ അതോറിറ്റിയും മറ്റും അതിനകത്ത് കൂടുതലും സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ്. സർക്കാർ ശൈലി ചെയ്യാവുന്ന ഒന്നല്ല റോഡ് സേഫ്റ്റി. ഇതിന് ജോബ് നോളജ് വേണം, കമ്മിറ്റ്മെൻറ്റ് വേണം, അതിനായി ജീവിക്കണം. അപ്പോൾ ഈ 4-5 കാര്യങ്ങൾ ചെയ്താൽ കേരളത്തെ പൂർണ്ണമായിട്ടും ഒരു റോഡ് സുരക്ഷാ സംസ്ഥാനമായിട്ട് മാറ്റാൻ പറ്റും. എന്നെ അതിനുപയോഗിച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്ത് കാണിച്ചു കൊടുക്കാം. കാര്യം ഈ ജില്ലകളിലൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ എറണാകുളം റൂറൽ ജില്ലയിൽ 30% അപകടങ്ങൾ കുറച്ചിട്ട് ഒരു നാഷണൽ അവാർഡ് വാങ്ങിയ ആളും കൂടിയാണ് ഞാൻ. താങ്ക് യു.